എന്നാൽ ഈ ഉസ്താദുമാര് ഇവനെ പോലെയുള്ളവരെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇവനെ പോലെയുള്ളവരെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? നിങ്ങൾ സംസാരിക്കണം. ഹബീബിങ്ങളെ അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദ് വേഷമണിഞ്ഞ ഒരാളുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതിന്റെ പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റുകാരാക്കി ചിത്രീകരിക്കുന്ന ഒരുപാട് കമന്റ്സുകളും റിയാക്ഷൻ വീഡിയോസും കാണാനിടയായി. ഒരു ഉസ്താദും അതിനെതിരെ പ്രതികരിക്കുന്നില്ല, എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പല ആളുകളുടെയും കമന്റ്സ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ വീഡിയോ ഔട്ട് ആയിട്ടുള്ളത്. ഓരോ അപരാധങ്ങളും ഇറങ്ങുമ്പോൾ ലൈവായി പ്രതികരിക്കാൻ ഉസ്താദുമാർ മറ്റു പണിയൊന്നുമില്ലാതെ ഇവിടെ ന്യൂസ് ചാനൽസ് ഒന്നും തുറന്നു വെച്ചിട്ടില്ല എന്ന കാര്യം ആദ്യമേ തന്നെ പറയട്ടെ. 2, ഒരു പണ്ഡിതനോ മതസംഘടനകളോ ഇത്തരം തോന്നിവാസങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു പണ്ഡിതനോ മതസംഘടനയോ ഇത്തരം കൊള്ളരുതായ്മകളെ അനുകൂലിക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ഇത്തരം കമന്റ്സ് ഇടുന്നവരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായിട്ടുള്ളതും ചെയ്താൽ വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്നതുമായ പണിയാണ് ആ വെള്ള വസ്ത്രധാരി ചെയ്തിട്ടുള്ളത്. എല്ലാ ഉസ്താദുമാരും ഇങ്ങനെ തന്നെയാണ്. മദ്രസകളിൽ മുഴുവനും നടക്കുന്നത് പീഡനങ്ങളാണ്, അതുകൊണ്ട് എല്ലാ മദ്രസകളും അടച്ചുപൂടണമെന്നാണ് സോ കോൾഡ് പുരോഗമനവാദികളും യുക്തിയില്ലാ യുക്തിവാദികളും സംഘികളും നിലവിളിക്കുന്നത്. അവരോടൊക്കെയും പറയാനുള്ളത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരൊറ്റ ഹദീസ് മാത്രമാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ ലാ യസ്രിഖു സാരിഖ് ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. നബിതങ്ങൾ പറയുന്നു, ഒരു വ്യഭിചാരിയും വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചരിക്കുന്നില്ല, ഒരു മോഷ്ടാവും വിശ്വാസിയായിക്കൊണ്ട് മോഷ്ടിക്കുന്നില്ല. കേവലം തൊപ്പി വെച്ചതുകൊണ്ടോ വെള്ള ധരിച്ചതുകൊണ്ടോ താടി നീട്ടി വളർത്തിയത് കൊണ്ടോ ഒരാളും യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നവർ മാത്രമേ സമ്പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് ഡോണ്ട് കമ്പയർ മെജോറിറ്റി ടു ദി ആക്ഷൻസ് ഓഫ് മൈനോറിറ്റി. ഇനി മദ്രസ പീഡനത്തിന്റെ കാര്യം. പീഡനം മദ്രസയിൽ വെച്ചായാലും ചർച്ചിൽ വെച്ചായാലും ക്ഷേത്രത്തിൽ വെച്ചായാലും ഉസ്താദ് ചെയ്താലും പാതിരി ചെയ്താലും പൂജാരി ചെയ്താലും തെറ്റ് തന്നെയാണ്. എന്നാൽ മദ്രസ പീഡനം എന്ന പേരിൽ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന 99% കേസുകളും സെക്ഷൽ ഹാരാസ്മെന്റ് അല്ല, അഥവാ ലൈംഗിക അതിക്രമം അല്ല എന്ന് പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. ശിക്ഷണത്തിന്റെ പേരിൽ അധ്യാപകർ കുട്ടികളെ തല്ലിയാലും ശകാരിച്ചാലും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും എന്തിനേറെ പറയുന്നു, ഒന്ന് തുറച്ചു നോക്കിയാൽ വരെ നിയമത്തിലെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് രക്ഷിതാക്കളും കുട്ടികളും ഉസ്താദുമാരെ സമൂഹ മധ്യത്തിൽ താറടിച്ചു കാണിക്കുകയാണ്. അത് ആഘോഷമാക്കിയ ഒരു മതത്തെ മുഴുവൻ പ്രതികൂട്ടിലാക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യർക്ക് ചേർന്ന പണിയല്ല. ഡോണ്ട് കമ്പയർ മെജോറിറ്റി ടു ദി ആക്ഷൻസ് ഓഫ് മൈനോറിറ്റി. ലക്ഷക്കണക്കിന് ഉസ്താദുമാരും 15,000-ലധികം മദ്രസകളും ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ഭാഗമായുള്ള ഒരു സംവിധാനത്തിലെ ന്യൂനപക്ഷം ചില ആളുകൾ, ചില വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന തെറ്റുകളെ പർവ്വതീകരിച്ച് നിഷ്കളങ്കരായ ഭൂരിപക്ഷത്തെ മുഴുവനും പ്രതികൂട്ടിലാക്കുന്നത്, പഴിചാരുന്നത് ഇവിടുത്തെ യുക്തിയില്ല യുക്തിവാദികളും നിരീശ്വര ലിബറലിസ്റ്റുകളുമാണ്. എങ്ങനെയെങ്കിലും മദ്രസ സംവിധാനത്തെയും ഇസ്ലാമിനെയും തകർത്താൽ മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനായി എന്തു നെറുകേടുകളും പ്രചരിപ്പിക്കാനും അവർക്ക് ഓശാന പാടാൻ മാധ്യമങ്ങളും ജാഗരൂകരാണ്.